എന്താണ് വിശേഷം? സുഖമില്ലേ എല്ലാവർക്കും? എന്തെടുക്കാണ്? ഇത് എവിടെയാണെന്നറിയോ? പഞ്ചാബിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ പഞ്ചാബിൽ എത്തിയിട്ടത് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയിരിക്കാൻ കേട്ടോ. ഇന്നലെ ഫുള്ള് നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇത് പഞ്ചാബിൽ ലുധിയാനയിലാണ് നമ്മുടെ സ്ഥലം. അവിടെയുള്ള റോസ് ഗാർഡൻ ആണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ. അപ്പോൾ അതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു, റോസാപ്പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു റോസ് ഗാർഡൻ കാണാനായിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ വീടിൻ്റെ അടുത്തുമാണത്. അപ്പം നമ്മൾ പറഞ്ഞു എന്തായാലും നമുക്കൊരു ദിവസം അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു 4 മണിക്ക് ആയിട്ടുണ്ട്, ആ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ആദ്യമോടെ ആണെങ്കിലോ നമ്മൾ ക്യാരി ബാഗിലാക്കി. അതാകുമ്പോൾ സുഖമാണല്ലോ, അവൾ അവിടെ സെറ്റായിട്ട് ഇരുന്നോളും, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റോസ് ഗാർഡനിൽ എത്തിയിട്ട് റോസാപ്പൂക്കൾ കണ്ടപ്പോഴാണ് ഗൂഗിളിൽ കണ്ട ഭംഗിയൊന്നും ഉണ്ടായില്ല കേട്ടോ. അവർ മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെയാന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു മുരടിച്ച് നിൽക്കണ പോലെ ചെടികളൊക്കെ കേട്ടോ. ഇല്ലാണ്ട് പൂക്കളൊന്നുമില്ല, ചെടികളുണ്ട്, പൂക്കളൊന്നുമില്ല. പിന്നെ ആ പാർക്കിൽ കണ്ട ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഓരോരോ വിശ്രമ കേന്ദ്രങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി കൂടാരങ്ങൾ. ഇതിൻ്റെ ഓരോ സ്പോട്ടിലും ആൾക്കാർ ഇതേപോലെ ഒരു 10 പേര് കൂടിയിട്ട് ഇതേപോലെ മൈക്കും വെച്ച് പാട്ട് പാടലാണ്. ബാക്കിയുള്ളത് കേട്ടിരിക്കും, പിന്നെ അടുത്ത ആൾ വന്ന് പാടും, അങ്ങനെ. അപ്പോൾ അത് ഞങ്ങളും കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അബിയും മോളും ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമ്മളിവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും അബിയും ആദ്യം കൂടി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത് വാട്ടർ ഡാൻസ് ആണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ തൃശ്ശൂർ ഇതേപോലെ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു, നൈറ്റ്. അത് പിന്നെ നൈറ്റിൽ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതവിടെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും ഇതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് നോക്കി എന്ത് രസമല്ലേ, നമ്മുടെ മലമ്പുഴ അവിടെയുള്ള യക്ഷിയുടെ പോലെ ഒരെണ്ണം, നല്ല രസമല്ലേ കാണാനായിട്ട്. എന്താ നിപ്പ് അല്ലേ, നല്ല കളറും അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ പറയാണ് കേട്ടോ, അവിടെ വെള്ളമൊക്കെ വീഴുകയോ കണ്ടില്ല, കട്ടകളിട്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കില്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അച്ഛനും മോളും കൂടെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. എന്തായാലും അവരുടെ ഡാൻസ് ആദ്യമോള് ഭയങ്കര ശരിയാട്ടോ അച്ഛൻ്റെ കയ്യിലിരുന്നിട്ട്. അപ്പം അതിൻ്റെ ഇടയിലാണ് അവിടെ നിന്ന് അച്ഛനും അമ്മയും വരുന്നുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ എണീറ്റ് പോന്നിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് പാടുന്നിടത്തുനിന്നേ. അച്ഛൻ പിന്നെ കലാകാരനായതുകൊണ്ട് ഒരു കലാകാരനല്ല മറ്റൊരു കലാകാരനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ഇരുന്ന് അവരുടെ പാട്ടൊക്കെ കേൾക്കലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവർ അങ്ങോട്ട് വന്നാണ്. അങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും ഞാൻ പറഞ്ഞു അവിടെ വാട്ടർ ഡാൻസ് ഉണ്ട് വായോ എന്ന് പറഞ്ഞിട്ട് കണ്ട. ഇതല്ലേ ശരിക്കും നല്ല നൈസ് വ്യൂ അല്ലേ, എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. നമ്മളിങ്ങനെ ഒരു ഹൈഡായി കിടന്നിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചങ്ങോട്ട് ചെല്ലില്ല, അമ്മ അതിലൊരു ഫീലായിരുന്നു കേട്ടോ. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊച്ചു ടി വിയിലൊക്കെ ഒരു മാജിക് വേൾഡ് അങ്ങനെ ഒരു സീരിയലൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലായിരുന്നു ശരിക്കും. ഇത് ആ മരങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ ചെല്ലുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നല്ല നൈസ് സ്ഥലവും നല്ല നൈസ് വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മളിന് അധികം ഉള്ളിലേക്ക് അങ്ങോട്ട് പോയില്ല.